വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഞാൻ വാച്ചിങ് വർക്ക് എന്നാണ്. അപ്പോൾ എന്തായാലും സ്കൂൾ പറഞ്ഞിട്ട് ഒരാഴ്ചത്തോളമായി എന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഇതൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നത് കടൽ ക്ലൗഡിനെയും പിന്നെ കുറച്ച് അബ്രോഡ് ചാനൽസിനെയും ഇൻസ്പയർഡ് ആക്കിയിട്ടാണ്. ഞാൻ അബ്രോഡ് ചാനൽസ് ഒരു 3-4 കണ്ടു. പിന്നെ കടൽ ക്ലൗഡിൻ്റെ ഒരു 2 വീഡിയോസ് അങ്ങനെ ഉണ്ടായിരുന്നു, അതും കണ്ടു. അപ്പോൾ അതൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാമ്യതകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ എന്ന് വെച്ചാൽ എല്ലാം ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കുന്നത് ഒരു എമർജൻസി കിറ്റ് തന്നെയാണ്. ഓഫ് കോഴ്സ് ആയിട്ട് ഇത് കടൽ ക്ലൗഡിനെ കോപ്പി അടിച്ചത് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരൊറ്റ സാധനം മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മുടിയൊക്കെ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കെട്ടാനായിട്ടൊരു സ്ക്രഞ്ചീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിലൊക്കെ 2 വശത്ത് മുടി പിന്നി കെട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ എങ്ങനെ അഴിഞ്ഞു പോവുകയാണെങ്കിൽ മീൻസ് നമുക്ക് നനഞ്ഞിട്ടൊക്കെ കിട്ടുവാണെങ്കിലുള്ള ഒരു കുഞ്ഞു 2 ബുഷസ് എടുത്തു. പിന്നെ ഒരു പേപ്പർ ക്ലിപ്പ്, പിന്നെ ഒരു ക്രാബ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ലൈഡും പിന്നെ സ്റ്റാപ്ലെയറും അത് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാപ്ലെയർ പിൻസും പിന്നെ ഒരു അത്യാവശ്യത്തിന് നമുക്ക് വല്ലതിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്രിക എപ്പോഴാണ് ഉപയോഗത്തിന് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ കുറച്ച് സേഫ്റ്റി പിൻസ്. ഇത്രയൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഒരു കിറ്റിനകത്തേക്ക് ആക്കുവാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ ചെന്നിട്ട് അന്നു പഠിപ്പിച്ച സാധനം അന്ന് തന്നെ പഠിക്കണമെന്ന്. പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പഠിത്തത്തിൻ്റെ പകുതി ഭാഗം പൂർത്തിയാകും. ബാഗ് വാക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്ത് മീൻസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാധാരണ പൗച്ച്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പിന്നെ അത്യാവശ്യത്തിന് കളറൊക്കെ വെച്ചിട്ട് ഒന്ന് ബാഗ് പാക്ക് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ബുക്സൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കുട ഇപ്പോൾ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, കാരണം ഇപ്പോൾ മഴയാണ്. നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ എപ്പോഴും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പൗച്ച്. അപ്പോൾ ഈ പൗച്ചിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. 2 പെൻസില്, പിന്നെ ഒരു 4 പേന, അല്ലെങ്കിൽ 2 പേന മതി, പിന്നെ 4 പേന നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഞാൻ ചെറുതിന് വേണ്ടിയിട്ട് 4 പേന എടുത്തതാണ്. പിന്നെ ഒരു സ്കെയില്, പെൻസില്, പിന്നെ ഇറൈസർ, പിന്നെ ഷാർപ്നർ ഒക്കെ വെക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പശ സാധനങ്ങളൊക്കെ വെക്കുക. നമ്മളൊക്കെ സാധാരണ ഒരു അടിപൊളി നെയിം സ്ലിപ്പും എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വെച്ചാൽ, എന്നാൽ പിന്നെ ദാണ്ട് ഇതുപോലത്തെ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും. അല്ലെങ്കിൽ ആദ്യത്തെ പോലെ നമ്മുടെ മിക്കി മൗസിൻ്റെയൊക്കെ നെയിം സ്ലിപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ ഭയങ്കര കുഞ്ഞു പിള്ളേരുടെ പോലെ ഇരിക്കും. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് പൊതിഞ്ഞ് നെയിംസൊക്കെ ഒട്ടിച്ച് നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടാണ് ബുക്ക് വെക്കാറുള്ളത്. പക്ഷേ ബുക്ക് എങ്ങനെ നമുക്ക് മറന്നു പോവാതെ എടുത്തൊന്നും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പണിയുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതിനകത്ത് നമ്മുടെ ഒരു മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, നമ്മൾ പഠിപ്പിച്ച് നിർത്തിയ പേജും പിന്നെ നോട്ടിൻ്റെ അതേ പേജും എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും. പിന്നെ ആ 2 നോട്ടും ടെക്സ്റ്റും കൂടി എടുക്കാൻ നമ്മൾ പെട്ടെന്ന് മറന്നു പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല കാര്യമാണെന്ന് തന്നെ വിചാരിക്കാം. ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അവളുടെ പേര് വേണി എന്നാണ്. അപ്പോൾ അവളിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം നമ്മൾ ഇത്രയും നേരം വായിട്ട് അടിച്ച് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ലൈക്ക് കളേഴ്സ്, പൗച്ച്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, കൊട, പിന്നെ നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ബാഗിനകത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോംവർക്കൊക്കെ നന്നായിട്ട് ചെയ്ത് വെക്കുക. സോ ദെൻ ഗൈസ്, ഞാൻ ബാക്ക് ടു സ്കൂളിലേക്കുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മീൻസ് എനിക്കറിയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലാണ്ട് പിന്നെ ടൈം ടേബിൾ അതൊക്കെ നമുക്ക് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സിനകത്ത് പെടുന്നതാണ്. അപ്പം നമുക്ക് ഓരോ പ്രിപ്പറേഷൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ